നിസാം സെയ്ദ്, താങ്കൾ രാഷ്ട്രീയ നിരീക്ഷകനാണ്, കോൺഗ്രസ് അനുഭാവി കൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിനോടുള്ള ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ജനുവരി 24 ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ? കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നുള്ളതിന് ഇതേവരെ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുൻകൂട്ടി ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ സ്മൃതിയുടെ ചോദ്യത്തോട് ഞാൻ പ്രതികരിക്കുന്നത്, സ്മൃതിയുടെ ചോദ്യം ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്, സ്മൃതിയുടെ ചോദ്യം, ഇപ്പോൾ തരൂരിന്റെ പ്രതികരണവും കെ.സിയുടെ പ്രതികരണവും ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി ആരെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടില്ല. ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർജവമില്ലാത്ത ഒന്നാണ് എന്നുള്ള സ്മൃതിയുടെ ചോദ്യം വളരെയേറെ മുൻവിധികളോട് കൂടിയതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് കേരളത്തിൻ്റെ മാത്രം സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യമാണ് ആ ചോദ്യത്തിന് പിന്നിലെന്നാണ് എൻ്റെ വിശ്വാസം. ബാബരി മസ്ജിദിൻ്റെ തകർത്തത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെയും ഒരിക്കലും മായാത്ത ഒരു മുറിവാണ് എന്നുള്ള കാര്യം ഞാനും അംഗീകരിക്കുന്നു. ആ മുറിവുണക്കുന്ന നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നാമൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ സുപ്രീം കോടതിയുടെ വിധി അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ഒരു രാമക്ഷേത്രം ഉണ്ടാകുന്നു. സുപ്രീം കോടതി നിയോഗിച്ച ഒരു ട്രസ്റ്റ് ആ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനായി വിവിധ രാഷ്ട്രീയ കക്ഷികളെ ആ ട്രസ്റ്റ് ക്ഷണിക്കുന്നു. അതിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു ആർജവക്കുറവുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. തീർച്ചയായിട്ടും ഇത് BJP ഒരു രാഷ്ട്രീയ സംഭവമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.